റിട്ടയർഡ് SP PP സദാനന്ദൻ രചിച്ച സത്യത്തിന്റെ സാക്ഷി എന്ന പുസ്തകം ഇന്ന് പ്രകാശനം ചെയ്യും. കഥാകൃത്ത് T പത്മനാഭൻ പ്രകാശനം നിർവഹിക്കും. റിട്ടയർഡ് DGP ഡോക്ടർ B സന്ധ്യ മുഖ്യാതിഥിയാകും. കുറ്റാന്വേഷണം സത്യത്തെ അന്വേഷിക്കലാണെന്ന് അനുഭവങ്ങളിലൂടെ പറയുകയാണ് PP സദാനന്ദൻ. പ്രമാദമായവ ഉൾപ്പെടെ അന്വേഷിച്ച നൂറുകണക്കിന് കേസുകളിലെ അനുഭവങ്ങളാണ് സദാനന്ദന്റെ സത്യത്തിന്റെ സാക്ഷിയിൽ അടയാളപ്പെടുത്തുന്നത്. കേസന്വേഷണങ്ങൾക്കിടയിലെ തോന്നലുകളും മാനസിക സംഘർഷങ്ങളുമെല്ലാം പുസ്തകത്തിലുണ്ട്. മുന്നിൽ അനവധി തെളിവുകൾ നിരന്നാലും യഥാർത്ഥ പ്രതിയിലേക്ക് എത്തിയെന്നുറപ്പിക്കാനുള്ള പോലീസുകാരന്റെ ജാഗ്രതയും ആശങ്കയും വിവിധ കേസുകളുടെ പശ്ചാത്തലത്തിൽ സദാനന്ദൻ എഴുതിയിടുന്നു. പെരുമ്പാവൂരിലെ ജിഷ വധക്കേസിന്റെ അന്വേഷണവും സദാനന്ദന്റെ ഓർമ്മകളിലുണ്ട്. പലതരത്തിലും സമാനതകളില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ജിഷ വധക്കേസിലുണ്ട്. അത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തെറ്റുപറ്റിപ്പോയേക്കാവുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള വലിയ സാഹചര്യ തെളിവുകളെന്ന് പറയാവുന്ന കാര്യങ്ങൾ മറ്റ് പലരിലേക്കും വിരൽ ചൂണ്ടിയപ്പോഴും തെറ്റുപറ്റാതെ പിടിച്ചു നിന്നു എന്നുള്ളതാണ് ജിഷ വധക്കേസിൻ്റെ ഒരു പ്രസക്തി. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതി യഥാർത്ഥ പ്രതിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണങ്ങളൊക്കെ നടക്കുമ്പോൾ ആ പ്രതിയിലേക്ക് എത്തിയ അന്വേഷണത്തിൻ്റെ ഉദ്യോഗജനകമായിട്ടുള്ള കഥ അത് ആളുകൾ അറിയേണ്ടതാണെന്നുള്ളൊരു തോന്നൽ അതും എഴുതിയിട്ടുണ്ട്. എന്നാൽ വളരെ ലളിതമായിട്ട് എൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ മറ്റ് ആളുകളാണ്, പക്ഷെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. കണ്ണൂരിൽ സ്വന്തം കുഞ്ഞിനെ കടൽ ഭിത്തിയിൽ എറിഞ്ഞുകൊന്ന ശരണ്യയുടെ കള്ളങ്ങളൊക്കെയും നിരീക്ഷണ പാടവത്തിലൂടെ പൊളിച്ചടുക്കിയ അനുഭവത്തെക്കുറിച്ചും പുസ്തകത്തിലുണ്ട്. സീരിയൽ കില്ലർ ടിപ്പർ ജയാനന്ദന്റെ ജയിൽ ചാട്ടവും പിന്തുടർന്ന് പിടികൂടിയതും ഒരു സിനിമ പോലെ കാണാം. ഒരു കാലത്ത് പോലീസിന് തലവേദനയായ വാഹനമോഷണ പരമ്പരയുടെ അന്വേഷണം ഉദ്വേഗജനകമായി അവതരിപ്പിക്കുന്നുണ്ട് പുസ്തകത്തിൽ. ആയിരക്കണക്കിന് മോഷണ കേസുകൾ അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ മോഷ്ടാക്കളെ സൂചനകളിൽ നിന്ന് തിരിച്ചറിഞ്ഞ ത്രില്ലർ കഥകളും സദാനന്ദൻ പറയുന്നു. കേസന്വേഷണത്തിന്റെ വഴികളിൽ ഒരു പോലീസുകാരൻ ഏതുവഴി സഞ്ചരിക്കണമെന്ന ദിശാസൂചികയാകട്ടെ എന്നതാണ് പുസ്തകരചനയുടെ ലക്ഷ്യമെന്നും സദാനന്ദൻ പറയുന്നു. ന്യൂസ് മലയാളം, കണ്ണൂർ.